കുറെ സ്വഹാബികൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു, കുറച്ച് ആൾക്കാരിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, എന്താണ് അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നല്ലോ, എന്താണ് സംഭവം? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ, അവിടെ ഒരു മനുഷ്യന് വേണ്ടി ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാ. ഒരു മനുഷ്യന് മരണപ്പെട്ടു, ആ മനുഷ്യന് ഖബറടക്കുന്നതിന് വേണ്ടിയുള്ള ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാ. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് സ്വഹാബികൾ പറഞ്ഞു കൊടുക്കുമ്പോ ഖബർ കുഴിക്കുകയാണ് എന്ന് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് മുന്നോട്ട് ഓടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ധൃതിയിലങ്ങ് നടക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബികൾ പറയുന്നു, ഞങ്ങളൊക്കെ ഖബറിന്റെ ചാരത്ത് എത്തുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്തേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഓടുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് കണ്ടപ്പോ അതാ ഖബർ കുഴിച്ചുകൊണ്ടിരുന്ന സ്വഹാബികൾ മുഴുവനും മാറുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടി വന്നിട്ട് ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് വന്ന് മുട്ടുകുത്തിയിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. മുത്തുനബിയുടെ കണ്ണ് നിറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൺതടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകി വീഴുകയാണ്. സ്വഹാബികൾ മുഴുവനും അത്ഭുതത്തോടെ പ്രവാചകന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഒരുപാട് സമയം അല്ലാഹുവിന്റെ റസൂൽ അവിടെ മിണ്ടാതെ ഇരുന്നു. സ്വഹാബികൾ മുഴുവനും ക്ഷമയോടുകൂടി പ്രവാചകന്റെ ചാരത്ത് നിൽക്കുകയാ. അതാ കുറെ സമയം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ എതിരെ തിരിയുകയാ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ ഇഖ്വാനീ, അതാ ഖബറിന്റെ ചാരത്ത് നിന്ന് തിരിഞ്ഞിട്ട് തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാബികളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിക്കുന്നു, സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നമുക്കും വരും സ്വഹാബാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഖബറിന്റെ ചാരത്തിരുന്നിട്ട് തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാബികളോട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഇതുപോലെ ഒരു ദിവസം നമുക്കും വരാനുണ്ട്, ഇതുപോലെ ഒരു ദിവസം നമുക്കും വരാനുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹുവേ, നമ്മളും ഖബർ കാണുന്നവരാ, ഖബറിന്റെ ചാരത്ത് പോകുന്നവരാ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന എത്രയോ പേര് ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്തു കൊണ്ടുവന്ന് കുടിച്ചിട്ടവരാ. നമ്മള് ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണല്ലോ. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പള്ളിപ്പറമ്പിലെ ഖബർ കാണുന്നവരാണ് നമ്മള്. പക്ഷേ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അല്ലാഹുവേ, ഒരു ദിവസം എനിക്ക് വേണ്ടിയും ഈ പള്ളിപ്പറമ്പിൽ ഒരു കുടിയെടുക്കുമല്ലോ, എന്നെയും ഇവിടെ കൊണ്ടുവന്ന് കിടത്തുമല്ലോ. ഈ മങ്ങാടിന്റെ പരിസരത്ത് കോടികൾ കൊടുത്ത് വീട് പണിത് എത്രയോ കൊലകൊമ്പന്മാര് ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടല്ലോ. പടച്ചവനെ, ഒരു ദിവസവും ഞാൻ ഇവിടേക്ക് വരേണ്ടവനാണല്ലോ. അല്ലാഹുവേ, നമ്മൾ പള്ളിപ്പറമ്പിൽ നിന്നുകൊണ്ടത് ചിന്തിക്കാറില്ല. നമുക്ക് തമാശയാണ്, നമുക്ക് നിസാരമാണ്. നമ്മൾ കോമഡി പറയുന്നത് ഖബറിന്റെ ചാരത്ത് നിന്നാണ്, രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്, മറ്റുള്ളവന്റെ പച്ച ഇറച്ചി തിന്നുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്, ഫോൺ വിളിക്കുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്. പടച്ചവനെ, ബിസിനസിനെ കുറിച്ച്
ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് നിന്ന ആ ഖബറിന്റെ മഹത്വം എന്താണെന്ന് നമ്മൾക്കറിയുന്നില്ല. ആ ഖബറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, നിനക്ക് ഖബറെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാത്തത് കൊണ്ടാ, ആ ഖബറിനെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാണ് മുത്തുനബി പറഞ്ഞു തന്നത്. എന്തെന്നറിയുമോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ കിലാ വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദരി. ഈ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ കടിക്കില്ലടാ. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം നിന്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് നിന്റെ മുന്നിലേക്ക് വെച്ച് തന്നാ വയദ്രിബു അലാ സദരി, നെഞ്ചത്തടിച്ച് വിളിച്ചുകൂവാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും നിനക്ക് കുടിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എടാ ചെറുപ്പക്കാരാ, ഖബറിനെ പേടിക്കണമടാ. ആ ഖബർ കാണുന്ന സമയത്ത് നീ പേടിക്കണം. ആ ഖബർ കണ്ടാ നീ കരയണം. അത് തമാശ പറയേണ്ട സ്ഥലമല്ല, അവിടെ നിന്നുകൊണ്ട് കളിക്കേണ്ട സ്ഥലമല്ല, രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമതൂതുമ്പോ ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ നിന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞ് സുന്ദരനെ പോലെ സുന്ദരിയെ പോലെ പുതിയാപ്പളയെ പോലെ കൊണ്ടുവന്ന് നിന്നെ കുടിച്ചിട്ടല്ലോ. നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ അതാ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. എങ്ങനെയാണ് കടന്നു വരുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ കടന്നു വരുന്നവർ, ഇതുപോലെ നാളെ പരലോകത്തേക്ക് ജനങ്ങൾ കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഒരു വിഭാഗം പട്ടിയുടെ തലയുമായിട്ടാണ് കടന്നു വരുന്നത്. അവരുടെ തല പട്ടിയുടെ രൂപമാണ്. പരലോകത്തേക്ക് കടന്നു വരുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവരാരെന്നറിയുമോ? പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് നിന്ന് ചിരിച്ച ചെറുപ്പക്കാരാ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം നിന്റെ തല പട്ടിയുടെ തല പോലെ ഇരിക്കുമെന്നാ. അങ്ങനൊരവസ്ഥയിലാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് കളിക്കല്ല്, തമാശ കാണിക്കല്ല്. ഈ നാടിനെ വിറപ്പിച്ചുകൊണ്ട് നടന്ന എത്രയോ കൊലകൊമ്പന്മാര് ഈ 6 അടി മണ്ണിനകത്ത് കിടക്കുന്നുണ്ട്. ഈ ഖബറിന്റെ മുകളിൽ നട്ടിരിക്കുന്ന മൈലാഞ്ചി ചെടികൾക്ക് വളം എവിടെയാണെന്നറിയുമോ? ഈ നാടിനെ വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരുടെ തലച്ചോറിലെ വളമെടുത്തിട്ടാ അവനെ തിന്നുകൊടുപ്പിച്ചുകൊണ്ട് നടന്നവന്റെ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിൽ നിന്ന് വളം വലിച്ചിട്ടാണ് ആ വൃക്ഷങ്ങൾ പോലും, ആ ചെടികൾ പോലും അവന്റെ ഖബറിന്റെ മുകളിൽ വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കളിയല്ല, തമാശയല്ല, കളിയും തമാശയുമല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നന്നാകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടല്ലോ, നന്നാകണമെന്ന് കൊതിയുള്ളവരുണ്ടല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പലരും വന്ന് ചോദിക്കും, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. 5 നേരം നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഖുർആൻ ഓതണം, പള്ളിയിലൊക്കെ വരണം, നല്ലതുപോലെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം, സീരിയൽ കാണാനൊക്കെ ഒന്ന് നിർത്തണം, ആഗ്രഹമുണ്ട്, പറ്റണില്ല. നമ്മൾ പറയുന്ന അങ്ങനെ പറയും, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന പറ്റാനുള്ള ഒരു വഴി എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന ഒരു സ്വഹാബി കടന്നു വരികയാ.
അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ നന്നാകണം നബിയേ, നബിയേ എനിക്കും നന്നാകണം നബിയേ, നന്മകൾ അധികമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ, അതിനെന്തെങ്കിലും ഒരു ഉപദേശം തരാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുകയാ. ആരാ അബൂദർ എന്നറിയുമോടാ? ചെറുപ്പക്കാരാ, കള്ളു കുടിച്ച് വ്യഭിചരിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു സാധാരണ ഒരു സ്വഹാബിയല്ല. ആ സ്വഹാബിയുടെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു വഴിയിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന സ്ഥലത്തുകൂടെ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, ഏ ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാം? അത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? എന്റെ അബൂദറിന് നിനക്ക് പരിചയമുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ നാട്ടുകാർക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ലോകത്തല്ലാന്റെ റസൂലിനോട് പറയുകയാണ്, ഈ അബൂദറിന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇവിടത്തെ ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, സർവ്വ മലക്കുകൾക്കും അബൂദറിനെ അറിയാം. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല, അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബി, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബി, ഈ സ്വഹാബിയാണ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നത്, നബിയേ നന്നാകണം നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, എനിക്കൊരു വഴി പറഞ്ഞു തരാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? അബൂദറേ, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോകാരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എടാ ചെറുപ്പക്കാരാ, നന്നാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നന്നാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും നിനക്ക് നന്നാകാൻ കഴിയുന്നില്ലെങ്കിലോ ഏതെങ്കിലും ഒരു സമയത്ത് ഈ പള്ളിപ്പറമ്പിൽ വന്നിട്ട് ഒരു 5 മിനിറ്റ് നിന്ന് നോക്കടാ. ഈ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തുകൂടെ ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് വന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമോ? അപ്പോഴറിയാമടാ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖബറെന്ന് പറഞ്ഞാല് കളിക്കേണ്ട സ്ഥലമല്ല, ചിരിക്കേണ്ട സ്ഥലമല്ല, രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ല. ആ ഖബറിനെ കുറിച്ചെങ്ങാനും നീ അറിഞ്ഞിരുന്നെങ്കിൽ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹ് പടച്ചവനെ ഉസ്മാൻ തങ്ങളുണ്ടല്ലോ, ഏത് ഉസ്മാൻ തങ്ങള് മദീനത്ത് കടന്നു ചെല്ലുമ്പോൾ അതാ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബികള് ആ കിടക്കുന്ന ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർ, ആ ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിനകത്ത് നോമ്പുകാരനായി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീടിനകത്തേക്ക് ശത്രുക്കൾ കടന്നു വരുന്നത്. മഹാനായ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ തന്റെ പുറകിലൂടെ കടാര എവിടെന്ന് കുത്തിയിറക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ശരീരം മുഴുവനും വാളുകൊണ്ട്
വെട്ടി നുറുക്കുകയാണ്. അല്ലാഹുവേ, കയ്യിലിരുന്ന ഖുർആനിന്റെ മുകളിലേക്ക്, പരിശുദ്ധമായ ഖുർആനിന്റെ മുകളിലേക്ക് അതാ തന്റെ ശരീരത്തിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി രക്തമങ്ങ് വീഴുകയാ. ഖുർആനിന്റെ മുകളിൽ വീഴുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല പടച്ചവനെ അവിടുന്ന് കൈകൊണ്ട് തുടയ്ക്കുകയാണ്. അവിടുന്ന് മരണത്തോട് മല്ലടിക്കുമ്പോഴും തന്റെ കയ്യിലിരുന്ന ഖുർആൻ താഴെ വീഴാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബി ആ ഉസ്മാൻ റളിയല്ലാഹു തആല പടച്ചവനെ അതാ നരകം പറയുമ്പോ കരയാറില്ല, പരലോകം പറയുമ്പോ കരയാറില്ല, നരകത്തിന്റെ ശിക്ഷ പറയുമ്പോ കരയാറില്ല, മരണത്തെ കുറിച്ച് പറഞ്ഞാ കരയാറില്ല. പക്ഷേ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ, ഖബർ കണ്ടു കഴിഞ്ഞാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. എല്ലാവരും ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ എന്തേ ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കണ്ടാൽ ഇങ്ങനെ കരയാനുള്ള കാരണം എന്താണ്? നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മസ്സറയെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പിന്നെ എന്താ ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കണ്ടാ കരയാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മോനെ, ഇവിടെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ കുഴിയുണ്ടല്ലോ, ഈ കുഴിക്കകത്ത് നീ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും നീ രക്ഷപ്പെടുകയാ. അവിടെ നീ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാ. ഖബർ കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. വല്ലപ്പോഴും പള്ളിപ്പറമ്പിൽ വന്നിട്ട് ഈ കുഴിയൊന്ന് നോക്കടാ മോനെ, ഖബറിന്റെ ആഴമൊന്ന് നോക്കടാ മോനെ, മയ്യത്തിങ്ങനെ പതുക്കെ താഴേക്ക് ഇറക്കുന്ന രംഗമൊന്ന് ഓർത്തു നോക്കടാ. ഇതുപോലെ ജീവിത കാലമിൽ ഒരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതുപോലെ ഒരു കുഴി നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഒരു കുഴി നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോടാ മോനെ? ഖബറിനെ കുറിച്ച് പറഞ്ഞാ തന്നെ പേടിക്കണമടാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് വഴുതു പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ, നീ പേടിക്കണമടാ. ഖബർ കണ്ടാ കരയണ്, ഖബർ കണ്ടാ കരയണ് എന്നവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചോ, ആ ഖബറിനെ കുറിച്ച് ആലോചിച്ചോ. ഖബർ കളിക്കേണ്ട സ്ഥലമല്ല. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. സിറാജ് ജീവിച്ചപ്പോ മാതാപിതാക്കളുണ്ട്, എന്റെ കൂടപ്പറപ്പുകളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എല്ലാവരും എനിക്കുണ്ട്. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ സിറാജ് ഒറ്റയ്ക്കല്ല. അല്ലാഹു എന്നെ നരകത്തിലിട്ടാലും ഞാൻ ഒറ്റയ്ക്കല്ല, അല്ലാഹു എന്നെ സ്വർഗത്തിലിട്ടാലും ഞാൻ ഒറ്റയ്ക്കല്ല. പക്ഷേ സിറാജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം അതെവിടെന്നറിയുമോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്താ. ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലമാ, അത് ഏകാന്തതയുടെ വീടാ,
അത് ഏകാന്തതയുടെ വീടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖബറിനെ കുറിച്ച് ചിന്തിക്കൂ. അഹങ്കാരം കാണിക്കുന്നവരോട്, നിസ്കരിക്കാതെ കിടക്കുന്ന മക്കളോട്, അല്ലാഹുവിനെ മറന്നു നടക്കുന്ന മക്കളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, നിസ്കരിക്കാതെ പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടക്കുന്ന നിന്റെ ഭർത്താവിനോട് അല്ലാഹുവേ ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കു പെണ്ണേ. പള്ളിപ്പറമ്പിലെ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കൂ. നീ എന്താണ് അങ്ങനെയാകാത്തത്? പണ്ടുള്ളവരങ്ങനായിരുന്നല്ലോ. നിസ്കരിക്കാതെ കിടക്കുന്ന ഭർത്താവിനോട്, സെക്സ് വീഡിയോ കാണുന്ന ഭർത്താവിനോട്, ആവശ്യമില്ലാതെ ചെയ്യുന്ന ഭർത്താവിനോട് മരണത്തെ കുറിച്ച് പറയുമായിരുന്നോ? ഖബറിനെ കുറിച്ച് പറയുമായിരുന്നോ? ഖബറിന്റെ അദാബിനെ കുറിച്ച് പറയുമായിരുന്നോ? പക്ഷേ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ലല്ലോ. കാരണം എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖബർ പറഞ്ഞാ കരയാറില്ല, ഖബറിനെ കുറിച്ച് പറഞ്ഞാ കരയാറില്ല. സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്ന ഉമ്മ, നിനക്ക് എങ്ങനെയാണ് നിന്റെ ഭർത്താവിനോട് ഖബറിനെ കുറിച്ച് പറയാ കഴിയുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകൾ മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വല്ലപ്പോഴും സമയം കിട്ടുമ്പോ ഫാത്തിമയുടെ ചരിത്രം എടുത്തു വായിക്കണമുമ്മ. ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി ഭാര്യയും ഭർത്താവും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോകുകയാ. യഥാ ലക്ഷങ്ങളെ ചെലവഴിച്ച് മണിയറ ഒരുക്കുന്ന ചെറുപ്പക്കാരാ, വിവാഹത്തിന്റെ പാതിരാത്രിയിൽ പേക്കൂത്ത് കാണിക്കുന്ന അല്ലാഹുവേ, ഈ ഉമ്മത്തിന് പോലും പേരുദോഷം കേൾപ്പിക്കുന്ന രീതിയിൽ ആർഭാടങ്ങൾ നടത്തുന്ന, അനാചാരങ്ങൾ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവായ അലിയാര് തങ്ങള് അതാ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും മണിയറക്കകത്ത് കടന്നു. അലിയാര് തങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ ഭാര്യയായിട്ട് കിട്ടിയിരിക്കുകയാ. എത്ര വലിയ ഭാഗ്യമാണ്. അലിയാര് തങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. വീടിന്റെ വാതിലടച്ചു. മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്കിന്റെ വെളിച്ചമങ്ങ് താഴ്ത്തുകയാണ്. അല്ലാഹുവേ, അതാ മണിയറക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. പുതിയ പെണ്ണിരുന്ന് കരയുകയാ, മണവാട്ടിയിരുന്ന് കരയുകയാ. അലിയാര് തങ്ങൾ അടുത്തു ചെന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാനൊരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ? എന്തിനാണ് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി അലിയാര് തങ്ങളുടെ വായിലങ്ങ് കൈവച്ച് പൊത്തിപ്പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? അലിയാര് തങ്ങളോട് പുതുമണവാട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടെന്ന് പറഞ്ഞു, അലിയേ, ഈ വീടിനകത്ത് കത്തിച്ചു വെച്ച വിളക്കങ്ങ് പെട്ടെന്ന് അണച്ചപ്പോ ഈ വീടിനകം മുഴുവനും വല്ലാത്ത ഇരുളാ. പെട്ടെന്ന് പ്രകാശമങ്ങ് താഴ്ത്തിയപ്പോ ഈ വീടിന്റെ മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? എന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ അതിനകത്ത് എന്ത് ഇരുട്ടായിരിക്കും അലിയേ? എവിടെ ഇരുന്നിട്ടാ ചോദിക്കുന്നത്? തന്റെ മണിയറക്കകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കണച്ചപ്പോ ഒരു ഇരുട്ട് കണ്ടപ്പോ ഭർത്താവിനോട് പറയുകയാ, ഖബറിന്റെ അകത്ത് എന്ത് ഇരുട്ടായിരിക്കും അലിയേ? എന്നെ ഇറക്കി വെച്ചിട്ട് പലകകൾ എടുത്ത് നിരത്തിയിട്ട് എന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും പോകുമ്പോ അതിനകത്ത് വെളിച്ചമുണ്ടാകില്ലല്ലോ അലിയേ.
പൊട്ടിക്കരയുന്ന ഭാര്യയോട് ചോദിക്കുന്നു, ഫാത്തിമ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയാണ് ഫാത്തിമ, മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണോ? ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ, ഇന്ന് നമ്മുടെ മണിയറയല്ലേ? അലിയാര് തങ്ങൾ ഫാത്തിമയോട് ചോദിക്കുന്നു, ഇന്നിത് പറയേണ്ട ദിവസമാണോ? ഇന്ന് നമ്മുടെ ആദിരാത്രിയാണ്, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് പറഞ്ഞു, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, മണിയറ ഇവിടെയല്ല. പഠിക്കടാ ചെറുപ്പക്കാരാ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് ഒരു രാത്രി കിടക്കുന്നതിന് വേണ്ടി മണിയറ ഒരുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കേട്ടോ. കല്യാണ വീട്ടിൽ പോയാ എല്ലാവരും പോയി നോക്കുന്നത് അറയാണല്ലോ, മണിയറയാണല്ലോ. എങ്കിലും പുതുമണവാട്ടി തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, മണിയറ ഇവിടെയല്ല, മണിയറ ഭരിക്കേണ്ടത് ഇവിടെയല്ല, ഇവിടെയല്ല മണിയറ ഭരിക്കേണ്ടത്. എവിടെയെന്നറിയുമോ? ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ നിന്നെ കുടിച്ചിടുന്ന 1ാമത്തെ രാത്രി ഉണ്ടല്ലോ, ഇവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താ മണിയറ ഭരിക്കേണ്ടത്. ആ കബറിനകത്ത് കടന്നു വരുന്ന മുൻകറമിന് കീറെന്ന് പറയുന്ന മലക്കുകളുണ്ടല്ലോ, അവസാനം പിരിഞ്ഞു പോകുമ്പോ അവര് പറയണമല്ലോ, കനവുമത്തിലാറൂ, പുതിയ പുതിയ പട കിടക്കുന്നത് പോലെ, പുതിയ പെണ്ണ് കിടക്കുന്നത് പോലെ ഈ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് മണിയറക്കകത്ത് കിടന്നു ഒരുങ്ങണ എന്ന് ആ കബറിനകത്ത് വരുന്ന മലക്കുകൾ പോലും പറയണം. അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്, അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. ഭർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ, മണിയറ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താണ്, അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. അതുകൊണ്ട് രാത്രികാലം മുഴുവനും തന്റെ വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, കബറിന്റെ ഇരുളിനെ കുറിച്ച്, കബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, കബറിന്റെ അദാബിനെ കുറിച്ച്, കബറിന്റെ സ്വഭാവത്തെ കുറിച്ച്, ആ കബറിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി മുസല്ല വിരിച്ചിട്ട് ഇമാമത്ത് നിർത്തി നിസ്കരിപ്പിച്ചവളാ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങൾ അങ്ങനാ, ഇന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അവർക്ക് കബറിനെ കുറിച്ച് അറിയില്ലല്ലോ. പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തുകൂടെ, പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തുകൂടെ പ്രിയപ്പെട്ട ഭർത്താവ് കിടക്കുന്ന, കൂടപ്പിറപ്പുകൾ കിടക്കുന്ന, മാതാപിതാക്കൾ കിടക്കുന്ന പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തുകൂടെ പോകുമ്പോ പോലും ചെവിയിൽ വെച്ചിരിക്കുന്ന ഫോണൊന്ന് താഴ്ത്താത്ത പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, കബറ് നിസാരമല്ല. ഇനി മുതൽ നിങ്ങൾ പള്ളിപ്പറമ്പിൽ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നറിയുമോ? നിങ്ങൾ ഓരോരുത്തരോടും കബർ സംസാരിക്കുന്നുണ്ട്. കബറിന് നാവുണ്ടടാ ചെറുപ്പക്കാരാ. ഞാനും നിങ്ങളും സംസാരിക്കുന്നത് പോലെ, ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ ഈ കബറും സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. കബർ സംസാരിക്കുന്നത് കേൾക്കാ, കബർ സംസാരിക്കുന്നത് കേൾക്കാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, പടച്ചവനെ, ഒരു മനുഷ്യനെ കബറടക്കുന്നതിന് വേണ്ടി പള്ളിപ്പറമ്പിലേക്ക് കടന്നുപോയി. ജനാസ കബറടക്കി എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുകയാ. കൂടെ വന്നവർ ചോദിക്കുന്നു, തങ്ങള് എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? മയ്യത്ത് കുളിപ്പിച്ചല്ലോ, കഫം പൊതിഞ്ഞല്ലോ, നിസ്കരിച്ചല്ലോ, കബറടക്കിയല്ലോ, പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എന്നെ നിങ്ങൾ ആരും ഉപദ്രവിക്കരുത്, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ, എല്ലാവരെയും പറഞ്ഞു വിടുകയാ. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ പള്ളിപ്പറമ്പിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കബറിന്റെ ചാരത്ത് പോയിട്ട് മിണ്ടാതെ ഇരിക്കുകയാ. ഒരുപാട് സമയമായി ഒന്നും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടാതെ കബറിന്റെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് കബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ, എന്നോടൊന്നും ചോദിക്കാനില്ലേ, എന്നോടൊന്നും ചോദിക്കാനില്ലേ? എന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നിനക്കറിയണോ?
വഅകൽതു ലഹുമാ. ഖബറിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ. ഒരു മനുഷ്യനെ എന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോ ഖബർ ഞെരിക്കുകയാ, കഫൻ തുണികൾ വലിച്ചു കീറുകയാ, കുടിപ്പിച്ച ശരീരം മുഴുവനും പുഴുക്കൾ തിന്നുകയാ. ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് ഖബർ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പിടഞ്ഞങ്ങ് താഴെ വീഴുകയാണ്. കരഞ്ഞ് 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 ഖബറിന്റെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ തന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് പച്ചമണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴുകയാ. ആ സമയത്ത് ഖബർ പോലും ചോദിച്ചു പോയി, അല്ലദുല്ലുകാലാ അകുഫാനിലാ തുബിലാ. രക്ഷപ്പെടണോ? ഈ ഖബറെന്ന് പറയുന്ന വീടിന്റെ അകത്ത് രക്ഷപ്പെടണോ? രക്ഷപ്പെടാനുള്ള വഴി ഖബർ പോലും പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സ്വഹാബാ, ഇതുപോലെ ഒരു ദിനം നിങ്ങൾക്കും വരും സ്വഹാബാ. ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ ഒരു കുഴി കുഴിക്കും, ഇതുപോലെ ഇവിടെ വന്ന് കിടക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ഒരു ദിവസം മരണം നമ്മളെ തേടി വരും. നമ്മളെല്ലാവരും മരിക്കേണ്ടവരാ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുവോ? 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 ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്റായിൽ നിന്നെ പൊക്കും, അതിൽ സംശയമൊന്നുമില്ല. കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും ആര് പൊക്കും? അസ്റായിൽ. ചങ്ങാതി വല്ലാത്ത ടൈമാ. കറക്റ്റ് സമയം പാലിക്കുന്ന ചില കാര്യങ്ങളെ ഉള്ളൂ, കറക്റ്റ് സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങളെ ഉള്ളൂ. അതിലൊന്നും ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിലെ മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കാൻ നേരത്തെ ഇങ്ങനെ നോക്കി നിൽക്കും എല്ലാവരും. ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൂല. കണ്ടിട്ടുണ്ടോ? ഇഖാമത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയം ഇങ്ങനെ മിന്നി മിന്നി മിന്നി. അല്ലാഹ്, ഇതൊരു ആത്മാർത്ഥതയില്ല. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് വരും, കൊണ്ടുപോയിരിക്കും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ എന്തായാലും പള്ളിപ്പറമ്പിൽ പോകണം. പോണ്ടേ? പോകണ്ടേ? ഇപ്പൊ ഇനി പോകുന്ന ഖബറെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദെ, ഏക സിവിൽ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കരിക്കുമല്ലേ, അപ്പൊ പിന്നെ ഖബറിൽ പോകണ്ടല്ലോ. ഏക സിവിൽ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിയമം എല്ലാരും കരിക്കല്ലേ? എന്റെ പൊന്നാര ചങ്ങാതി, ബർസഖ് എന്ന് പറയുന്ന ജീവിതം മരണത്തിന് ശേഷമുള്ള പരലോകത്തിന്റെ ഇടയിലുള്ള ജീവിതം, അതിനാണ് ബർസഖ് എന്ന് പറയുന്നത്. അപ്പൊ എന്തോ ആയാലും നമ്മൾ പോയേ പറ്റത്തുള്ളൂ. കരിക്കണോ പൊരിക്കണോ എന്ന് അവര് തീരുമാനിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. വലിയ സന്തോഷം. ഏതോ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയംകാരനായ ഒരു സ്വാമി, കോട്ടയംകാരനായ ഒരു സ്വാമി ഇന്നിവിടെ വന്ന് പ്രസംഗമൊക്കെ നടത്തി. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു അവന് ഹിദായത്ത് കൊടുത്തിരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. പടച്ചോൻ ഇപ്പൊ നമുക്കൊന്നുമല്ല ചർച്ച. നമ്മളിങ്ങനെ ഇപ്പൊ ഹലാൽ വിഷയം. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്തവനാ പടച്ചോനെ ഇത് പറയണം. അതാ ഏറ്റവും വലിയ സങ്കടം. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും പത്രക്കാരോ ടി വി കയറിയിരുന്നിട്ട് വഴുതു പറയുന്നവനോട് എടാ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഓന് തന്നെ അറിയില്ല. പൊട്ടൻ. ആടിനെ പട്ടിയാക്കണ കാലത്താണ് നമ്മൾ ജീവിക്കണം. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ഓൻ അറിയുന്നില്ല. അങ്ങനെയുള്ളവരാ ചർച്ച ചെയ്യണം. എന്തെങ്കിലൊക്കെ വേണ്ടേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാം പയറ്റി നോക്കി, എന്തൊക്കെ നോക്കി, ലവ് ജിഹാദ് നോക്കി, പിന്നെന്താപ്പ കഞ്ചാവ് ജിഹാദ്, അങ്ങനെ പറഞ്ഞാലല്ലേ തിരിയത്തുള്ളൂ എല്ലാത്തിനും. കഞ്ചാവ് ജിഹാദ് നോക്കി, ഹലാൽ ജിഹാദ്, എന്തൊക്കെ, ഇനിയിപ്പോ കൊറോണ ജിഹാദ് നോക്കി, ഇനിയിപ്പോ എന്തൊക്കെ ജിഹാദ് കടന്നു വരാനിരിക്കുന്നു. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അവനാ ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്തോ വാളെടുത്തിട്ട് യുദ്ധം ചെയ്യുന്നതിനാ ജിഹാദ് എന്ന് ചിന്തിച്ചിരിക്കുക. അല്ലാഹു അഅലം. പടച്ചവനെ, നമ്മളിങ്ങനെ തല്ല എല്ലാവരും കൂടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിലർ പറയും, ഉസ്താദ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കണമെന്ന്. വേറെ പണിയില്ലടാനിയാ, വേറെ എന്തെല്ലാം വിഷയങ്ങൾ പറയാൻ കിടക്കും. ഇവര് നമ്മളെ പേടിപ്പിക്കുക. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഭയപ്പെടുത്തുക. നമ്മൾ ആരാന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.
ജനിച്ചപ്പോൾ തന്നെ ബാങ്ക് ഇക്കാമത്തും കൊടുത്തിരിക്കുക. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് കുഴിച്ചിടാൻ. കാരണം ബാങ്ക് ഇക്കാമത്ത് കൊടുക്കാൻ പോലും സമയമില്ല. ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ അള്ള എഴുതി വെച്ചിട്ടുണ്ട്. 3-4 മാസമായപ്പോൾ അള്ള എഴുതി വെച്ചിട്ടുണ്ട്, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ മരിക്കൂടാന്ന് അള്ള എഴുതി വെച്ചിരിക്കുക. നമുക്ക് ചെവിയിൽ വലത് ഭാഗം കൊടുത്തു, ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു. കാരണം എന്തേ? മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കണം, പൊതിക്കണം, കൊണ്ടുപോകണം, സമയമില്ല. അങ്ങനെ കൊണ്ടുപോകാൻ നിർത്തിയിരിക്കുന്ന കോടികളാണ് നമ്മളൊക്കെ ഇങ്ങനെ നേർച്ചയ്ക്ക് നിർത്തിയിരിക്കണം പോലെ നമ്മളെല്ലാം ഓതി നിർത്തിയിരിക്കുക. നമ്മളെയാണ് ജിഹാദിന്റെ പേര് പറഞ്ഞിട്ട് വരിട്ടാൻ നോക്കണത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാ ഇതൊക്കെ ഉണ്ടായെന്നറിയോ? ഇവരൊക്കെ നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ നേരെയാകാത്തത് കൊണ്ടാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അള്ളാഹിനെ അനുസരിക്കാതെ വന്നപ്പോൾ അള്ളാഹു ഇങ്ങനെയുള്ള ചില ഞണ്ടുകളെ കൊണ്ട് നമ്മളെ നന്നാക്കിപ്പിക്കും. നമ്മൾ അള്ളാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള നീർക്കോലികളുണ്ട്, അതിങ്ങനെ പൊങ്ങി വന്നിട്ട് നമ്മളെ വരട്ടും, എന്നിട്ട് നമ്മളെ പാഠം പഠിപ്പിക്കും. അപ്പൊ ആദ്യം നമ്മൾ നന്നാകും, പിന്നെ ബാക്കിയൊക്കെ നോക്കാം. ഹലാലും ഹറാമും ചർച്ച ചെയ്യുമ്പോൾ ആരാപ്പ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് തിന്നാൻ പറ്റണമെന്ന് ചോദിക്കാറുണ്ടോ? 4 ഷവായി 2 തന്തൂരി 1 മട്ടൻ ബിരിയാണി. ആരാപ്പ? കടയുടെ പേര് തന്നെ അള്ളാഹു ആയാലോ. നമ്മൾ തിരക്കാറുണ്ടോ? നമ്മൾ പോയിട്ട് ഏതെങ്കിലും കടയിൽ ചിലര് പറയും ഹലാലാണ്, പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ ചിന്തിച്ചത് നമ്മൾ പോലും അത് നോക്കാറില്ല. ഞാൻ എടുത്തെൻ്റെ നാട്ടിൽ ഞാൻ കോഴി മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്താ ഞാൻ നിങ്ങളുടെ പേരെന്താന്ന് വെച്ചപ്പോൾ പിന്നെ ബിസ്മി ചൊല്ലിയിട്ട് ഇറക്കണമെന്ന് അവൻ ചോദിക്കണേ. ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ബിസ്മി പറഞ്ഞിട്ട് ഞാൻ കോഴി അറുത്ത് മേടിച്ചോണ്ട് പോയി. എൻ്റെ കോഴി ഇങ്ങനെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാക്ക വന്നു, അവൻ തന്നെ അറുത്ത് കൊടുത്തു. അയാൾ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ഓൻ്റെ പേര് മുസ്ലിം തന്നെ ആയിരുന്നില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, അല്ലാഹ് അരച്ചേക്ക്. അപ്പൊ നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. മേടിക്കുക, തിന്നുക. പക്ഷേ ഇങ്ങനെയുള്ളത് തിന്നുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഒരു ദിവസം മരിക്കും. പോകുമ്പോൾ നല്ലതുപോലെ പോണോ? നല്ലതുപോലെ പോണോ? ഇന്നലെ ഞാനിങ്ങനെ മംഗലാപുരത്ത് വഴുതിന് പോയപ്പോൾ, ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പ നിസ്കരിച്ചപ്പോഴാണ് മരിച്ചത്. എപ്പോഴാ മരിച്ചേ? നിസ്കരിച്ചപ്പോൾ. അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹ് എന്ത് മരണമാണ്! നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഒരുപാട് പേര് നല്ലതുപോലെ മരിക്കുന്നത്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കും, എന്തായാലും മരിക്കും. എല്ലാവർക്കും ഉറപ്പാ. ജബ്ബാറിന് വരെ ഉറപ്പല്ലേ മരിക്കുമെന്ന്? ഉറപ്പല്ലേ? ആരാ ജബ്ബാർ? ആരാ? ഓനറിയാം. ദൈവം ഇല്ലാന്ന് പറയുന്നവന് ഉറപ്പാ മരിക്കുമെന്ന്. അപ്പൊ ഞാൻ പറയുന്നത്, വെറുതെ മരിച്ചാ പോരാ. മരിക്കുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തിട്ടേ മരിക്കാവൂ. വെറുതെ എവിടെങ്കിലും കിടന്ന് തീരുന്നതിൽ കാര്യമില്ല. മരിക്കുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് അങ്ങോട്ട് പോയാ സുഖവാസം, മണിയറ. ഇല്ലെങ്കിലോ അല്ലാഹു അഅലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പം മരിക്കുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? അല്ലാഹുവേ, ആരൊക്കെ ഈ മജ്ലിസിൽ ഇരുന്ന് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ, ചെയ്യുവോ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ.